ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരുപാട് ഇങ്ങനെ ഇതൊക്കെ പരീക്ഷിക്കാനും അല്ലെങ്കിൽ ഇത് ചെയ്യാനുമുള്ള പ്രചോദനം എന്താ? അതൊന്ന് കർഷകർക്ക് പറഞ്ഞെടുക്കാമോ? എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ പരീക്ഷണങ്ങളൊക്കെ മുതിരുന്ന ഒരു കർഷകനാണ്. എല്ലാ വരുമ്പോഴത്തേനും ഞാൻ അത് ആദ്യം നോക്കും, അതിനെപ്പറ്റി പഠിക്കും, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അപ്പം എല്ലാ സാധ്യതകളും നോക്കും. കൃഷിയുടെ ശാസ്ത്രീയ അറിവുകള്, അതിന്റെ മാർക്കറ്റിംഗ് എല്ലാം. മാർക്കറ്റിംഗ് ഞാനായിരുന്നു എടുത്തോണ്ടിരുന്നത്, അറിയാമല്ലോ. മാർക്കറ്റിംഗിന്റെ മെയിൻ ആളായിരുന്നു ഞാനായിരുന്നു. ഇപ്പോഴും എനിക്ക് എടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. ശരി. മംഗോസ്റ്റൻ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു 2 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഈരാറ്റുപേട്ട കൊണ്ടൂർ താമസിക്കുന്ന വെള്ളിക്കുന്ന് ഉണ്ണിക്കുഞ്ഞ് എന്ന് പരിചയപ്പെടാം. എന്താ ഉണ്ണിക്കുഞ്ഞ് ഈ മംഗോസ്റ്റൻ കൃഷിയിലേക്ക് കടന്നു വരാനുള്ള കാരണം? മംഗോസ്റ്റൻ കൃഷിയിലോട്ട് ഒരു നല്ല ഫ്രൂട്ടാണ്. പിന്നെ അതിന് മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ വെക്കുന്ന കാലത്ത് അത്ര ഒരു മാർക്കറ്റൊന്നും അല്ല, സുഖകരമായ മാർക്കറ്റൊന്നും അല്ല. എങ്കിലും ഇതൊരു നല്ല കൃഷി, ഫ്യൂച്ചർ ഉണ്ട്. നല്ല ഫ്രൂട്ട്, എല്ലാ നല്ല ഫ്രൂട്ടുകൾക്കും മാർക്കറ്റ് ഉണ്ട്. അപ്പം അത് സാധ്യതയുള്ള കൃഷിയാണെന്ന് എനിക്ക് ഒരുപാട് വെല്ലുവിളികളുള്ള കൃഷിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മംഗോസ്റ്റൻ കൃഷി ഒരുപാട് നെഗറ്റീവ് ഭാഗത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് ഇതെന്താണ്? മംഗോസ്റ്റൻ കൃഷിയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാല്, ഇത് വെച്ചിട്ട് സാധാരണ എല്ലാവരും മേടിച്ച് വെക്കുന്ന തൈ എന്ന് പറഞ്ഞാൽ ഒരു 1 അടി 1.5 അടി പൊക്കത്തിലാണ് വെക്കുന്നത്. അത് കായ്ച്ച് ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 8 വർഷം കഴിഞ്ഞ് അതിലൊരു 10ാമത്തെ വർഷം അതിന് ആദായമായി വരുള്ളൂ. അപ്പൊ ഒരു മംഗോസ്റ്റൻ മാന്തി വെച്ചാൽ 10 വർഷത്തിന് ശേഷം നമുക്ക് അങ്ങനെ ആകുമോ? അത് ചെയ്യാം. അത് കുറയ്ക്കാനുള്ള ഒരു വഴിയില്ല. അത് കുറയ്ക്കാനൊരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് 3 വർഷം 4 വർഷമൊക്കെ ആയ വലിയ മംഗോസ്റ്റൻ ഇപ്പൊ 2000 രൂപയൊക്കെ തൈക്ക് വരെ ആയിരിക്കും. അങ്ങനെയുള്ള ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇത് അത് അങ്ങനെ വെച്ച് ആ ഭാഗത്ത് കുറച്ച് കാ ഉണ്ടാകുന്നുള്ളതല്ലാതെ ഇതിന്റെ വോളിയം വലിയൊരു മരമായി മാറി അതേ കിട്ടുന്ന നമ്പർ ഓഫ് ഫ്രൂട്ട്സ് കൂടുതൽ കിട്ടിയാലേ നമുക്ക് ആദായമായിട്ട് വരുള്ളൂ. ഇത് എത്ര വർഷം പ്രായമുള്ള? ഇതൊരു 13 വർഷമൊക്കെ ആയിട്ട്. 13 വർഷം അല്ല, ഇത് സോറി, ഇത് വന്നിട്ട് ഒരു 15 വർഷത്തിന് മുകളിൽ. 15 വർഷം പ്രായമുള്ള മരമാണ് ഇത്. അതെ. ഈ തൈ, ഈ മംഗോസ്റ്റൻ വെക്കാൻ നേരത്ത് എന്തൊക്കെയാണ് ചെയ്ത് ഈ തൈ വെക്കും? പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് തൈ മാറ്റി വെക്കുമ്പോൾ. ഇത് പ്രാഥമികമായിട്ട് എന്താ വെച്ചാല് അടിവളം നല്ല ധാരാളം വേണം. എന്താ ചെയ്ത്? അതിന് നമ്മള് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി, അതുപോലെ ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യണം. കുഴി കുത്തി ഒരു 1.5 അല്ലെ 2.1 എങ്കിലും കുഴി വേണം. അത് pH എല്ലാം കറക്റ്റ്, കുമ്മായം എല്ലാം ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കി, പിന്നെ അതിന് ശേഷം ഇതിന് ചാണകം, എല്ലാം കുറച്ച് വേപ്പ് പിണ്ണാക്ക്, മസൂറി ഫോസ്, ഇതൊക്കെ അടിവളമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതിനുശേഷം നമ്മൾ തൈ വെച്ച് ഗ്രൗണ്ട് ലെവലിൽ വെച്ച് നമുക്ക് തൈ വെച്ച് മൂടി കഴിയുന്നു. അത് കഴിഞ്ഞ് നിരന്തരമായിട്ട് ഇതിന് നമ്മൾ ഗ്രോത്തിനുള്ള NPK തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ജൈവവളം കണ്ടിന്യൂസ് എല്ലാ വർഷവും 2 പ്രാവശ്യം ജൈവവളം കൊടുക്കുന്നുണ്ട്. ഒരു 3 പ്രാവശ്യം NPK കൊടുക്കും. അതേ ഉള്ളൂ ആദ്യത്തെ ഒരു 4-5 വർഷത്തെ എന്റെ പരിപാലനം. നമുക്ക് ഈ മംഗോസ്റ്റൻ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. കാരണം വലിയ തണുപ്പൊക്കെ വേണ്ടേ, ശരിക്കും ജലസേചനവും അല്ലെങ്കിൽ മണ്ണിന്റെ നനവൊക്കെ വേണ്ടേ? അത് എങ്ങനെയുള്ള സ്ഥലം? ശരിക്കും മംഗോസ്റ്റൻ തൈ വെക്കാൻ പറ്റുന്ന നല്ല സ്ഥലം എന്താ? അതാ സാധാരണ എല്ലാത്തിനും നീർവാർച്ചയുള്ള സ്ഥലം വേണം എന്ന് പറയുന്നു. അതിന് നേരെ എതിരായിട്ട് ഇതിന് നീർവാർച്ച കുറവുള്ള സ്ഥലമാണ് വേണ്ടത്. പിന്നെ കണ്ടങ്ങള്, ശരിക്കും പറഞ്ഞ കരക്കണ്ടം, നമ്മുടെ നാട്ടിലേക്ക് ഇതൊരു കരക്കണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ പണ്ട് കൃഷി നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇതിന് ചാലുകൾ വിട്ട് നമ്മള് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഈർപ്പമുള്ളൊരു സ്ഥലമാണ്. അതിന് ഈർപ്പം കൂടുതൽ ആവശ്യമുള്ള ഒരു കൃഷിയാണ്. അപ്പം ആ ഒരു തരത്തിലുള്ള സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് കരപ്രദേശമാണ് കൂടുതൽ ജലസേചനം ആവശ്യമുണ്ട്. ഇത് വളരും തോറും കൂടുതൽ ജലസേന ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് കാ പിടിച്ച് നമുക്ക് ആദായം കിട്ടുള്ളൂ. ഇതിന്റെ ഈ ഇലയ്ക്കോ ഈ തണ്ടിനോ അങ്ങനെയുള്ള കേടുകളുണ്ടോ? ചെറിയ കേടുകളുണ്ട്, ചെറിയ കമ്പണക്കം. നമ്മൾ അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ അടിക്കേണ്ട കാര്യങ്ങളുണ്ടോ? കാര്യമായിട്ടുള്ള അങ്ങനെ അതിനുവേണ്ടിയുള്ള മരുന്നുകൾ വലിയ ഉപയോഗിക്കുന്ന കാര്യങ്ങളില്ല. ഇത് ഏത് സമയത്ത് ശരിക്കും പുഷ്പിക്കുന്നത്? ഇത് പുഷ്പിക്കുന്നത് ജനുവരി മാസത്തില് നമുക്ക് ഫ്ലവറിങ് തുടങ്ങും. ഈ മേഖലയിലൊക്കെ ജനുവരി മാസം. എത്ര മാസമാണോ ഇത്? ഫെബ്രുവരി, മാർച്ച്, ഫെബ്രുവരിയിലൊക്കെയാണ് ഇത് നന്നായിട്ട് ഫ്ലവറിങ് ആകുന്നത്. ഞാൻ ഭയങ്കര കാ പൊഴിച്ചിട്ട് കാണുന്നുണ്ട്. അതിന് കാരണം എന്നാ? ഈ നനച്ചിട്ടും കാ പൊഴിയുന്നത്. നനച്ചിട്ട് കൂടുതൽ പൂ പിടിച്ചാല് അത് പൊഴിയാനുള്ള ഒരു പ്രവണതയുണ്ട്. റംബുട്ടാന്റെ പോലെ തന്നെ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ പൊഴിയാനുള്ള പ്രവണതയുണ്ട്. അത് പക്ഷെ നമ്മള് ഇതിന് വേണ്ട വളങ്ങള്, അത് കാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ മൈക്രോ ന്യൂട്രിയൻസ്, അതിന് വേണ്ട കാൽഷ്യം നൈട്രേറ്റ്, ഈ കാൽഷ്യം പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. ധാരാളമായിട്ട് കൊടുത്ത് നല്ല ജലസേചനം കൊടുത്ത് അതുപോലെ തന്നെ ജൈവവളം കൊടുക്കണം. നൈട്രജനൊക്കെ ആവശ്യമുള്ളൊരു
നൈട്രജൻ കൊടുക്കണം. ഈ മംഗോസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സിൽ ഉണ്ടാകുന്ന ഒരു മഞ്ഞനിറമാണ്. അതെ, അത് എങ്ങനെ ഉണ്ടാകുന്നുള്ളൂ, അതാണ് ഇതിന്റെ നമുക്ക് എല്ലാവരും വെക്കാൻ മടിക്കുന്ന ഒരു സംഭവമാണ്. അതെങ്ങനെയാ ഉണ്ടാകുന്നത്? അതിന് എന്ത് പ്രതിവിധിയാണുള്ളത്? അതിന് ഞാൻ ചെയ്യുന്ന പ്രതിവിധി എന്ന് പറഞ്ഞാൽ കാൽസ്യം നൈട്രേറ്റ് ഒരു 3 റൗണ്ട് കൊടുക്കും. കാൽസ്യത്തിന്റെ അഭാവം ആണ് അതിന്റെ ഒരു മെയിൻ കാരണം. പിന്നെ നമ്മൾ കാൽസ്യം ഞാൻ പറഞ്ഞില്ല, ഡോളമൈറ്റ് 2 പ്രാവശ്യം ഞാൻ ഇതിന് കൊടുക്കാറുണ്ട്. കാൽസ്യം നൈട്രേറ്റിനൊക്കെ 2 പ്രാവശ്യം അഡീഷണൽ ഫ്ലവറിങ്ങിന് മുമ്പ് തന്നെ കൊടുക്കാറുണ്ട്. അത് മതി. പിന്നെ ഒരു ഫംഗിസൈഡ് നമ്മൾ കൊടുക്കണം നിർബന്ധമായിട്ട്. അതുപോലെ തന്നെ ഇതിന് പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പൊ ഈ ചെടികളിൽ ഈ കായില് ചെറിയ ചൊറിപ്പാടുകൾ കാണാം. ചില കായില് അത് വരുമ്പോഴും അത് കാണുമ്പോൾ നമുക്കറിയാം അതിനൊരു ഇതിനൊക്കെ ചെറിയ രീതിയിലുണ്ട്. കണ്ടോ? എന്താ കാരണം? അത് ഈ മൈറ്റ്സ് നമ്മള് ഇത് ചെറിയ ഫ്ലവറിങ് ആ സമയത്ത്, അത് കഴിഞ്ഞത് കായ ആകുന്ന സമയത്ത് ആ പ്രാണികൾ വന്ന് കടിക്കുന്നതാണ്. അത് പിന്നെ ഡെവലപ്പ് ചെയ്തത് അത് ഒരു ചൊറി എന്ന് പറയും. നമ്മുടെ ഏലക്കായിലൊക്കെ ചൊറി എന്ന് പറയുന്ന പോലെ അത് ഡെവലപ്പായി വരുന്നതാണ്. പക്ഷെ അതിന് ഫ്രൂട്ടിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് കാഴ്ചക്കുള്ള ഭംഗി കൊണ്ട് മാർക്കറ്റ് സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് അവരെ എടുക്കുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാൽസ്യം നൈട്രേറ്റ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെയൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ഈ മഞ്ഞ നിങ്ങൾ പറഞ്ഞ ആ അസുഖത്തിന് കാൽസ്യം നൈട്രേറ്റ് 2 റൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പരിഹരിക്കും. അത് ഏത് സമയത്ത് കൊടുക്കണം പറയാമോ? കായായിട്ടാണോ? ഫ്ലവറിംഗ് ടൈമിൽ തന്നെ കൊടുക്കണം. ഫ്ലവറിങ്ങിന് മുമ്പ് കൊടുക്കണം, ഫ്ലവറിങ് ശേഷം കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് തന്നെ വെച്ചാൽ ഫ്ലവറിങ് ടൈമിൽ നമ്മൾ ഇൻസെക്ടിസൈഡ് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ ചെറിയ പാടുകൾ ഉണ്ടായിരിക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഞാനിപ്പോ സാധാരണ ഉപയോഗിക്കുന്നത് കൊറാജൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടല്ലോ. അത് ഭയങ്കര വിലയുള്ള ഒരു മരുന്നാണ്. പക്ഷെ വിലയുള്ള ക്വാളിറ്റി നല്ലതാണ്. അതിന് വേറെ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല. എത്ര വർഷം കിട്ടും? എത്ര ദിവസം? അത് 25-21 ദിവസമൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു 15 ദിവസം കിട്ടും. 20 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം അടിക്കണം. അത് അതിന്റെ ചെറിയ ഡോസ് ആണത്. 1 ലിറ്ററിലെ 4 ml അത്രേ വരുന്നുള്ളൂ. ആ റേഞ്ചിലുള്ള ഇതാണ്. അത് അടിച്ചു കഴിഞ്ഞാൽ അത് തേനീച്ചനെ അഫക്ട് ചെയ്യല. അപ്പൊ അതുകൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഫ്ലവറിങ്ങും കുഴപ്പമില്ല, ഫ്ലവറിന് കുഴപ്പമില്ല, കായ്ക്ക് നല്ല നിറം കിട്ടുകയും ചെയ്യും. ഓക്കെ. അത് അടിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഏത് സമയത്ത് അടിക്കേണ്ടത്? അത് ഫ്ലവർ ആയി തുടങ്ങി കഴിയുമ്പോൾ തന്നെ കൊടുക്കണം. നേരത്തെ ഫ്ലവർ ആയി കഴിയുന്ന സമയത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് സമയം എടുക്കില്ല. ദീർഘമായിട്ട് ഒരു മാസം വരെ ഫ്ലവറിങ് ആണ്. ഒന്നടിച്ചാൽ മതിയോ? 2 പ്രാവശ്യം. ഒരുപാട് എന്നാ പറയുന്നത്, മംഗോസ്റ്റിന്, റംബുട്ടാന്, ഈ റബ്ബർ കൃഷി ഉപേക്ഷിച്ച് ഒത്തിരി പേർക്ക് മാറുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരുപാട് ഇതൊക്കെ പരീക്ഷിക്കാനും അല്ലെങ്കിൽ ഇത് ചെയ്യാനുമുള്ള പ്രചോദനം എന്താ? അതൊന്ന് കർഷകർക്ക് പറഞ്ഞെടുക്കാം. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ പരീക്ഷണങ്ങളൊക്കെ മുതിരുന്ന ഒരു കർഷകനാ. എല്ലാ വരുമ്പോഴത്തേനും ഞാൻ അത് ആദ്യം നോക്കും, അതിനെപ്പറ്റി പഠിക്കും, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അപ്പം എന്റെ എല്ലാ സാധ്യതകളും നോക്കും. കൃഷിയുടെ ശാസ്ത്രീയ അറിവുകള്, അതിന്റെ മാർക്കറ്റിംഗ് എല്ലാം. മാർക്കറ്റിംഗ് ഞാനായിരുന്നു എടുത്തോണ്ടിരുന്നത്. അറിയാമല്ലോ, മാർക്കറ്റിംഗിന്റെ മെയിൻ ആളായിരുന്നു ഞാനായിരുന്നു. ഇപ്പോഴും എനിക്ക് എടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭാഗത്തെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. റംബുട്ടാൻ ഞാൻ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പോഴും എവിടെയെങ്കിലും എടുക്കുമോ? മല എടുക്കുന്നുണ്ട്. പണ്ടത്തെ ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്റെ ഒരു പാർട്ണറുണ്ട്, പേട്ടലുണ്ട്. അപ്പൊ പുള്ളി അവിടെ എടുക്കുന്നത്. അങ്ങനെ ഇപ്പോഴും നമ്മള് ഒരുപാട് വ്യത്യസ്തമായ അറിവുകളുള്ള വ്യക്തിയാണെന്ന് ഞാൻ അത് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഇതുപോലെ തന്നെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സംഗതി. ഇപ്പം ഇതിനകത്തെ ലാഭമോ നഷ്ടമല്ല. എനിക്ക് പൊതുവെ നോക്കുമ്പോൾ നഷ്ടമായിരിക്കും. പക്ഷെ ഇതുപോലെയുള്ള കൃഷികളിൽ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ തൈ ഞാൻ മേടിച്ചു വെക്കും. അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള സംഗതി ഞാൻ നോക്കും. പിന്നെ ഈ വളങ്ങളും വിഷങ്ങളൊക്കെ ഓരോ പുതിയ ഒത്തിരി സാധനങ്ങൾ അപ്ഡേഷൻ അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം പിന്നെ അതിനുള്ള ബേസിക് നോളജ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിത്തത്തിൽ നിന്നൊന്നും കിട്ടി. ഞാൻ കൊമേഴ്സാണ് പഠിച്ചത്. ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പോഴത്തെ കർഷകർക്കല്ല, കുട്ടികൾ ഇവിടെ പഠിക്കുമ്പോൾ അത് സിലബസിൽ കൊണ്ടുവരണത് കൃഷിയുടെ ബേസ് കൊടുത്താൽ. എന്നാലേ ഇപ്പം കുട്ടികൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ, അത് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാല് ഇതുപോലെയുള്ള കൃഷി ഞാനിപ്പം 1-2 കൃഷികളോട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുള്ള പുറത്തോട്ട് വിടാറായിട്ടില്ല. അത് നമുക്ക് അതിന്റെ സാധ്യതകളെ പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പൊതുവായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അത് സമൂഹത്തിന് അതിനുള്ള സമയം കണ്ടെത്തുന്നു. അതൊക്കെ എങ്ങനെ സാധിക്കുന്നത് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. അത് താഷ്കന്റ് അതുപോലെ ഒരാളാണല്ലോ. അപ്പൊ നമുക്കറിയാം, താഷ്കന്റെ പിതാവാണ് എന്റെ ഒരു ഗുരു എന്ന് പറയാം. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ ആദ്യം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ആദ്യം ഇടപെട്ട്
ഇവിടെ മാർക്കറ്റ് തുടങ്ങിയതും ഈരാറ്റുപേട്ട ഒരു കർഷക മാർക്കറ്റ് നമ്മൾ ആദ്യകാലത്ത് തുടങ്ങിയ നമ്മുടെ മാസം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഒത്തിരി എന്നെങ്കിലും ഒത്തിരി സീനിയേഴ്സ് ആയിട്ട് ആൾക്കാരായിരുന്നു. അവരിൽ നിന്ന് അവര് ഒത്തിരി ക്ലാസ്സുകൾ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് കിട്ടിയ ഒത്തിരി അറിവുകളുണ്ട്. വലിയൊരു ജീവിതത്തിൽ ഒത്തിരി ഒരു മാർഗ വഴിയായി നമുക്ക് മാറിയിട്ടുണ്ട്. മംഗോസിനെ കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. ഇപ്പൊ ഇതിനെ എന്താണ് നമ്മൾ കായായി കഴിയുമ്പോഴത്തേക്കും ചെയ്യുന്ന വളങ്ങള്? അടിസ്ഥാന വളം നേരത്തെ മുമ്പ് പറഞ്ഞായിരുന്നു. എന്താ ചെയ്യുന്നത്? കായായി കഴിയുമ്പോഴത്തേനും നമ്മൾ അത് സൂക്ഷിക്കേണ്ട. സസ്യങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താ? കാൽസ്യം, ഓർഗാനിക് കാർബൺ ആണ് മെയിൻ ആയിട്ട് കൂടുതൽ. ഞാനിത് വായിച്ചെനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ കുറവ് അപര്യാപ്തയാണ് നമുക്ക് ഇതിന് പല കളർ മാറുന്ന ഈ പറയുന്ന ഈ ഗ്രീൻ ഇതെല്ലാം മാറി അത് മോശമാണ്. വേനൽക്കാലത്താണ് പിടിച്ചേക്കാൾ ആരോഗ്യം. അതുപോലെ തന്നെ കുറെ ചെറിയ മൈക്രോ ലെവലിലുള്ള കെമിക്കൽസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ മൈന്യൂട്ട് ലെവൽ മതി. പക്ഷെ അതെല്ലാം കണ്ടുപിടിച്ചത് കൊടുക്കുക. അങ്ങനെ ചെടിക്ക് എന്താ വേണ്ടത് നമ്മൾ കണ്ടെത്തണം. അപ്പൊ അത് നമുക്കിപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കൃഷിഭവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അത്ര അവര് ഗഹനമായിട്ട് അവരും പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്നവർക്കല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല നമ്മൾ ഇതിന്റെ പ്ലാന്റിന് താഷ്കന്റെ ഇല കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഇത് എന്താ കുറവ്, എന്താ പോരായ്മ വന്നത്. അങ്ങനെ വന്നാലേ നമുക്ക് ഇതിന്റെ അകത്ത് വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എന്താ സാധ്യതയുണ്ട്? മംഗോസിന് പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടില് വലിയ റംബുട്ടാനൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ മംഗോസിന്റെ മാർക്കറ്റ് സാധ്യത എന്താ? അതൊന്ന് പറഞ്ഞു തരാമോ? മംഗോസിന്റെ സാധ്യത വളരെ വലുതാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നതിന് വില സീസണിലല്ലാതെ നമ്മുടെ ഈ മേഖലയിലെല്ലാം ഒരുമിച്ച് കഴിക്കുന്നു. റംബുട്ടാനുള്ള പോലെ തന്നെ പ്രതിഭാസമാണ് ഇതിലും. അപ്പോഴത്തേനും അവര് ആ മഴക്കാലത്താണ് ഇതിവിടെ നമുക്ക് ഫ്രൂട്ടിങ് ആണ്. ജൂൺ ആദ്യം ആകുമ്പോഴത്തേനും മെയ് അവസാനം ആകുമ്പോഴത്തേനും നമുക്ക് തുടങ്ങും. ഇതെനിക്ക് ഇനി 2 ആഴ്ച കഴിയുമ്പോഴത്തേനും ആവും. മെയ് അവസാനം ആകുമ്പോഴത്തേനും ഫ്രൂട്ടായി. ജൂൺ ആകുമ്പോൾ നല്ല മഴയാണ്. അപ്പൊ ആ സമയത്ത് ഇവിടെ എല്ലായിടത്തും ആവും. ഇത് ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വില 700 രൂപയാണ് ഹോൾസെയിൽ വില കിലോയ്ക്ക്. ആ സമയം അത് വന്നിട്ട് 100-ലോട്ടാ വരുന്നത്. ഇതിന്റെ മൂപ്പ് അറിയാനുള്ള മാർഗം എന്നാ? അത് മൂപ്പറിയാൻ വേണ്ടി ഇതിന് മൂപ്പറിയാനൊന്നും ഇല്ല. ഇതിനകത്ത് ചെറിയ റെഡിഷ് കളർ വരും. ഈ റെഡിഷ് കളർ കയറുമ്പോഴത്തേനും നമ്മളത് പറിച്ച് താഴെ പോകാതെ നിലത്ത് പോയി കഴിയുമ്പോൾ അതിന് അത് ചതവുണ്ടാവും. ആ ചതവിന്റെ അവിടെ നിന്ന് നമുക്ക് കാണത്തില്ല ഒരു മഞ്ഞ ചതവിന്റെ ഇതാണ്. അതെ. അപ്പം അത് വീഴാതെ നമ്മൾ സൂക്ഷിച്ച് ജെല്ലി പോലെ ഇങ്ങനെ അല്ലേ ഉണ്ടാവും. അത് പിന്നെ അത് കല്ല് പോലെ ആയിട്ട് അത് കൊള്ളാം. ഇത് അല്ലാതെ പറിച്ചു വെച്ച് നമ്മൾ അത് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച വരെ നമുക്കത് കീപ്പ് ചെയ്യാം. നമുക്കിത് പറിച്ച് 2 ആഴ്ച സൂക്ഷിക്കാം. 2 ആഴ്ച വരെ അത് കുഴപ്പമില്ല. ആദ്യം പറിച്ചു വെക്കുന്നത് 2 ആഴ്ചക്കുള്ളിൽ ഇത് മാർക്കറ്റ് ചെയ്ത് പോയിരിക്കണം. മാർക്കറ്റ് അതിനു മുമ്പ് മാർക്കറ്റ് നമ്മൾ 1 ആഴ്ചക്കുള്ളിൽ മാർക്കറ്റ് ചെയ്ത് പോകും. ഞാൻ പറഞ്ഞ അത് അവര് 1 ആഴ്ചയോടെയൊക്കെ അവര് കീപ്പ് ചെയ്യും ഇതില്. അപ്പൊ അവര് കൂടുതലായിട്ട് എങ്ങോട്ടാ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്? ശരിക്കും ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് പോകുന്ന എല്ലാം ബാംഗ്ലൂർ, മദ്രാസ് അങ്ങനത്തെ മാർക്കറ്റാണ്. ഇത് പക്ഷെ സൂപ്പർ മാർക്കറ്റിലെ വില നമ്മൾ കാണുന്നതല്ലേ. അത് ഇതിന്റെ സീസൺ എൻഡിലും സീസൺ ആദ്യവും ഭയങ്കരമായ വിലയാണിത്. 700 രൂപ ഇപ്പൊ ഹോൾസെയിൽ വില ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും അറിയാലോ. അത് വന്ന് മേടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതിന് സാധ്യതയുണ്ട്. ഫ്രൂട്ടിൽ ഏറ്റവും ക്യൂന ഫ്രൂട്ട് എന്നാ പറയുന്നത്. അപ്പം അതിനൊരു സാധ്യതയുണ്ട്. അത് ഇതുപോലെയുള്ള സ്ഥലങ്ങളായിരിക്കണം. ഈ ശരിക്കും മംഗോസിന് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയായിരിക്കും? കൃഷി ചെയ്യുന്നത് നമ്മുടെ കേരളത്തില് എനിക്ക് തോന്നുന്നത് ഈ ചാലക്കുടി മേഖലയാണ്. കേരളത്തില് ആ മേഖലയിൽ നേരത്തെ തന്നെ കുറെ ആൾക്കാർ നേരത്തെ ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് വെള്ളത്തിനുള്ള സംവിധാനമുണ്ട്. ഈർപ്പം കൂടുതൽ ഉള്ള മണ്ണാണ്. അപ്പൊ അവിടെ കുറച്ച് ഏർലി ആയിട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പൊ എനിക്കൊന്ന് അടുത്ത ആഴ്ചയിലൊക്കെ ആകുമ്പോൾ അവിടെ മംഗോസിൻ വിളവെടുപ്പാകും. എനിക്ക് നമ്മുടെ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മംഗോസിന്റെ രുചിയിലും എല്ലാം മാറ്റം വല്ലതും ഉണ്ടോ? രുചിയിൽ വ്യത്യാസമുണ്ട്. അത് ഓരോ ഫ്രൂട്ടിനും ഉണ്ട്. അതിപ്പോ നമ്മളറിയില്ല, പ്ലാവ് തൊട്ട് ഏത് സാധനത്തിനും ഈ മണ്ണ് നിൽക്കുന്ന നമ്മുടെ കരയിലോട്ട് കയറ്റി വെച്ച് കഴിയുമ്പോഴത്തേനും ടേസ്റ്റ് മാറിപ്പോകും. അതിന്റെ ഘടനയുണ്ടല്ലോ, മണ്ണിന്റെ ഘടനയാണല്ലോ ഇതിന്റെ എല്ലാം ബേസ്. അപ്പൊ അത് മാംഗോസിലുണ്ട്. അതിന്റെ സൈസിലും അതിന്റെ വലുപ്പത്തിലും അതിന്റെ രുചിയിലും എല്ലാം വ്യത്യാസം. അത് എവിടെയുള്ളതാണ് ഏറ്റവും നല്ല രുചിയുള്ളത്? നമ്മള് ഈ മേഖല നല്ലതാണ്. ഈ ചാലക്കുടി മേഖല നല്ലതാണ്. പൊതുവെ എന്ന് വെച്ചാല് നമുക്ക് തമിഴ്നാട്ടിൽ ഒത്തിരി മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ പിന്നെ ചെറിയ ഇപ്പം ഈ ഹൈ റേഞ്ചിൽ ഇപ്പൊ വെച്ച് വരുന്നുണ്ട്. ഹൈ റേഞ്ച് ശരിക്കും അത് വളരെ വളരെ വളർച്ച ഷോർട്ട് ഇതാണ്. അത് വളർച്ചയെല്ലാം കുറവാണെങ്കിലും പക്ഷെ അത് വളർന്ന് വലുതായി കഴിഞ്ഞാല് അത് ഭയങ്കര ആദായം. എന്നുവെച്ചാൽ അവര് സീസൺ എൻഡ് കഴിഞ്ഞിട്ടാണ്, അവർ ഓഫ് സീസണിലാണ് അത് കഴിക്കുന്നത്. അപ്പൊ അവർ ആവറേജ് ഒരു 300 രൂപ കിട്ടും. അപ്പൊ ഹൈ റേഞ്ച് മേഖലയ്ക്ക്
ഇപ്പം കുറച്ച് ആൾക്കാർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചില ഈർപ്പമുള്ള മേഖലയിൽ താഴ്വാരത്തൊക്കെ വെക്കാൻ ഏറ്റവും ഉത്തമമായ സാധനമാണ്. പക്ഷെ വലിയ തൈ മേടിച്ചു വെക്കണം. ചെറിയ തൈ വെച്ച് കഴിഞ്ഞാൽ അത് വളർന്ന് നമ്മുടെ ഒരാൾ പൊക്കം വരുമ്പോഴത്തേന് 2 വർഷം അങ്ങനെ പോകും. അതേ സമയത്ത് ഒരു 6 അടി പൊക്കമുള്ള തൈ മേടിച്ചു വെക്കുവാണെങ്കിൽ അത് പിന്നെ വരുമ്പോഴത്തേന് 4 വർഷം കൊണ്ട് ഫ്രൂട്ടാവും. ഇപ്പൊ ഈ ബാംഗ്ലൂർ അവിടെയൊക്കെ കൊണ്ട് തൈ കാവിക്കുന്നു പറഞ്ഞു. അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെയാണ് നമ്മൾ തന്നെ ചെയ്യണോ അതോ എവിടുന്ന് ആരെങ്കിലും വാങ്ങിക്കണം? ഞാനങ്ങനെ ശ്രമിച്ചായിരുന്നു, പക്ഷെ നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞ വർഷം വെച്ചാലും മാർക്കറ്റ് ഡള്ളായിരുന്നു. ഇപ്പോഴത്തേന് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊടുത്തായിരുന്നു. അപ്പം എറണാകുളത്ത് ഞാൻ കോട്ടയം വരെ ഞാൻ പോയുള്ളൂ. അപ്പോൾ ഒത്തിരി ഫ്ലാറ്റുകളിലെ ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നു തരാമോ കണ്ടിന്യൂ ആയിട്ട്. നമ്മൾ കുറെ കൊടുത്തായിരുന്നു. 5 കിലോ കുറയാത്ത ഓർഡർ ഞാൻ അങ്ങനെ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കിയായിരുന്നു. മങ്കുസ്റ്റങ്ക എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ ചതയാതെ എന്ന് പറയുന്നത്? ചതയാതെ പറിക്കുന്നതെന്ന് വെച്ചാൽ അതിന് നമ്മുടെ ഇപ്പൊ ഇവിടെ ഭായിമാരാണ് അവിടെ നിൽക്കുന്നത്. അവർക്കറിയാം, അവര് ഒരു തോട്ടിയുണ്ട്. ആ തോട്ടിയില് വല കെട്ടിയേക്കുന്ന തോട്ടിയാണ്. അത് വെച്ച് സാവധാനം വലിച്ചെടുക്കുകയാണ്. അപ്പൊ ഞാൻ ഈ വർഷം ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാല്, ഇതിന് നമ്മള് റംബുട്ടാന്റെ മൂടിയ വലയുണ്ടല്ലോ, അത് വല ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ ചെയ്യാൻ പോവാ. താഴെ ഉത്തരട്ട് വീഴുവാണെങ്കിൽ ചതയില്ല. അങ്ങനെ ഒരു സംവിധാനം ചെയ്ത് നോക്കാൻ പോവാ ഈ വർഷം. എന്ന് വെച്ചാല് അല്ലെ ഓരോ പ്രാവശ്യം കയറി ഇറങ്ങി വരുമ്പോൾ ഒത്തിരി സമയം കളയുന്നു. ഇപ്പം ലേബേഴ്സിനെ കിട്ടാൻ ഒത്തിരി പാട്. അത് നോക്കുന്നുണ്ട്. ഏകദേശം ഒരു കിലോ മങ്കുസ്റ്റോടെ എത്ര കാണും? ഒരു നല്ല അതിന്റെ സൈസ് അനുസരിച്ച് 8 മുതൽ 8 എണ്ണം to 10 എണ്ണം നല്ല സൈസ്, നല്ല സൈസ് കിട്ടും. പിന്നെ അതിൽ പിന്നെ ചെറുത് വരുമ്പോഴത്തേന് അത് ഒരു 10-12 എണ്ണമൊക്കെ വരുന്ന രീതിയിലൊരു ക്വാളിറ്റിയാണ് എപ്പോഴും നല്ലത്. അതാണ് നല്ല വെറൈറ്റി. അതെ അല്ലേ? 100 ഗ്രാമിന് മുകളിൽ 120 ഗ്രാമിന് മുകളിലുള്ളതാണ്. 120 ഗ്രാം മുകളിൽ വേണം. അതാണ് നമ്മൾ സാധാരണ അങ്ങനെ നോക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ സ്കാഷോ അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മള് തായ്ലൻഡ്, ഇന്തോനേഷ്യ അവിടേക്കാണല്ലോ ഇത് കൂടുതലായിട്ട് ഉള്ള സ്ഥലങ്ങള്. അവിടുത്തെ നമ്മൾ ചുമ്മാ നോക്കിയാൽ ഇതിന്റെ തോട് എന്തോ ഔഷധ ഗുണമുണ്ട്. അതുകൊണ്ട് ടീ ഉണ്ടാക്കുന്നുണ്ട്. മംഗോസിൻ ടീ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കറയൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് പിന്നെ അതിന്റെ പൗഡർ ഉണ്ട്, ഈ തൊണ്ടിന്റെ അത് ഈ ഇതിന്റെ ഫ്രൂട്ടിങ് പൾപ്പിനേക്കാളും വില കിട്ടുന്ന സംവിധാനം അതാണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയൊന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവിടുത്തെ മാർക്കറ്റ്, തായ്ലൻഡ് മാർക്കറ്റ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അതിന്റെ സംവിധാനം നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ തന്നെ ചെയ്യുക. ഒരുപാട് സാധ്യതകളുള്ള ഒരു ചെടിയാണ് മംഗോസ്റ്റൻ. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ മിഴി താലൂക്കിലൊക്കെ നല്ല സാധ്യതകളുണ്ട്. ശരിക്കും വെള്ളം വേണം അല്ലേ? നല്ല ഒരു നമ്മൾ മേടിച്ചാൽ താഴ്ന്ന് കരക്കണ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അത് ഒരു വലിയ ഒരു 6 അടി പൊക്കമെങ്കിലും ഉള്ള തൈ മേടിച്ച് വെച്ച് അത് പരിപാലിക്കുവാണെങ്കിൽ എനിക്കൊന്നൊരു 4 വർഷം കഴിയുന്നിട്ട് കായ്ക്കാൻ തുടങ്ങും. അത് പിന്നെ ഒരു ലോങ് ലൈഫാണ്. ഇതൊരു 100 വർഷത്തിന് മുകളിലൊക്കെ ആയിട്ടാണ്. 100 വർഷമാണ് 100 വർഷത്തിന് മുകളിലാണ്. നമുക്കറിയത്തില്ല. ഈ ഏറ്റവും പ്രായമുള്ളവരെ നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നവരെ അറിയാം. അത് കൂടുതലായിട്ടും കാണുന്ന പത്തനംതിട്ടയാണ്. നമുക്ക് ഈ പത്തനംതിട്ട മരാമൺ കൺവെൻഷൻ അറിയാമല്ലോ. അപ്പൊ അവര് 100 വർഷത്തിന് മുകളിൽ കൺവെൻഷനാണ്. അപ്പൊ അവിടെ പഴയ കാലം മുതൽ ആദ്യകാലത്തെ നേഴ്സറികൾ അവിടെ കൊണ്ടുവന്ന് തൈകൾ വിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മംഗോസീന്, അതുപോലെ തന്നെ റംബുട്ടാന്റെ പഴയ മരങ്ങള്, ഇതുപോലെ ഫ്രൂട്ട് ട്രീസ് അവിടെ ഉണ്ട്. അത് 100 വർഷത്തിന് മുകളിലുള്ളതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാർക്കറ്റും ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.